മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. മിശിഹായ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രഭാത വിരുന്ന് എന്ന പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും, പ്രത്യേകിച്ച് ഡിവൈൻ ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവ് നമ്മോട് പറയുന്ന വചനത്തിലൂടെ നാം ഒരു നിയോഗം നൽകുകയാണ്. പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയുക. നന്ദി പറയുന്ന വളരെയധികം ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. എന്നാൽ നാം അനുദിനം നന്ദി പറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം, ആ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് എല്ലാവരെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. ആ നിയോഗാർത്ഥം ഇന്നത്തെ ഈ പ്രഭാത വരുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഈ പ്രഭാത വിരുന്ന് പ്രോഗ്രാമിൻ്റെ തന്നെ മധ്യസ്ഥ. അമ്മയോട് മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്നെന്താണ് നമ്മോട് വചനത്തിലൂടെ സംസാരിക്കുക? ആ വചനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക? നമുക്കൊരു നിമിഷം കർത്താവിനോട് പറയാം, കർത്താവേ, നിൻ്റെ വചനം ശ്രവിക്കുവാനും ആ വചനം അനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. അതിനായി നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പൗലോസ്ലീഹ ഫിലമോന് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നാം വചനം കേൾക്കുക. 4 മുതൽ 7 വരെയുള്ള വചനം. ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ നിന്നെ അനുസ്മരിക്കുമ്പോഴെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോടും എല്ലാ വിശുദ്ധരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. ക്രിസ്തുവിലുള്ള ഐക്യം മൂലം സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാക്കാൻ വിശ്വാസത്തിലുള്ള നിൻ്റെ ഭാഗഭാഗിത്വം സഹായമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദര, നിൻ്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. എന്തെന്നാൽ നീ വഴി വിശുദ്ധർ ഉന്മേഷഭരിതരായി. നമ്മുടെ കർത്താവ് യേശു മിശിഹായ്ക്ക് സ്തുതി. നാം ഈ വചനം വായിച്ചിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. പ്രത്യേകിച്ച് ഫിലമോന് എഴുതിയ ലേഖനഭാഗം എന്ന് പറയുമ്പോൾ റോമായിലെ കാരാഗൃഹത്തിൽ നിന്നും സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതിയ ചെറിയ ഒരു ലേഖനമാണ്. ഇതാകെ 25 വചനങ്ങൾ മാത്രമുള്ള ഒരധ്യായം എന്ന് പറയാൻ പറ്റില്ല, 25 വചനമുള്ള ഒരു ചെറിയ ലേഖനമാണ്. ഈ ലേഖനം ഫിലമോൻ്റെ അടിമയായിരിക്കെ ഒളിച്ചോടിയ
ഒനേസിമോസ് തൻ്റെ അടുത്തെത്തിയിട്ടുണ്ടെന്നും താൻ അവനെ മാനസാന്തരപ്പെടുത്തിയെന്നും അവൻ തനിക്കുള്ള പ്രയോജനമുള്ളവനാണെങ്കിലും ഉടമസ്ഥൻ്റെ അടുത്തേക്ക് തന്നെ പറഞ്ഞയക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പൗലോസ് ഈ ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഫിലമോനോട് പറയുന്നതാണ്. അപ്പം ആ സമയം ഫിലമോനോട് പൗലോസ്ലീഹ പറയുന്നൊരു കാര്യമാണ്. എന്താണ്? അതായത് ദൈവത്തിന് നന്ദി പറയുകയാണ് ഞാൻ ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം ഓർത്ത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാണ് എന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പല കാര്യങ്ങളുമാണിത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം എത്രമാത്രം ഉന്മേഷഭരിതരായി തീരണം, ദൈവത്തിൽ ആനന്ദിക്കണം, ദൈവത്തിന് നന്ദി പറയണം. കാരണം അത്രമാത്രം നന്മ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്രയോ പേര് ഈ വർഷം കാണാൻ അല്ലെങ്കിൽ ഈ ദിവസം കാണാൻ കാത്തിരുന്നിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ദൈവം വലിയ ഒരു അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനം തന്നെയാണിത്. പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് രക്ഷകൻ ഈ ലോകത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ആ രക്ഷകനിലൂടെ നമുക്ക് രക്ഷ ലഭിക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന സങ്കടം, ഉള്ളിലുണ്ടായിരുന്ന വ്യഥ, വേദന അല്ലെ ക്ലേശങ്ങൾ, അതെല്ലാം കഴുകി മാറ്റാൻ നമുക്കൊരു രക്ഷകൻ അത്യാവശ്യമായിരുന്നു. അതിനാലാണ് ദൈവപുത്രനെ പിതാവായ ദൈവം നമുക്കായിട്ട് അയക്കുന്നത്. തീർച്ചയായും ആ പുത്രൻ കടന്നു വന്നപ്പോൾ അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്രമാത്രം നമ്മിൽ മാറ്റമുണ്ടാകുന്നു. ആ മാറ്റത്തിലൂടെ എത്രമാത്രം നമുക്ക് രക്ഷ മാത്രമല്ല, നാമുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളിലേക്കും ഈ രക്ഷ പ്രദാനം ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലമോനോട് പറയുക, എപ്പോഴും ഞാൻ നന്ദിയുള്ളവനാണ് നിന്നോട്. കാരണം നീ വലിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്താണ്? ഞാൻ ജയിലിലായിരിക്കുമ്പോൾ തന്നെ നീ അത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. അടിമയായിരിക്കുന്നവനെ പോലും നീ സംരക്ഷണം നൽകി അവന് കൂടുതൽ അനുഗ്രഹം നൽകാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും അതിന് ഞാൻ നന്ദി പറയണം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റുള്ള ഒരു വ്യക്തി നമുക്കായിട്ട് നന്മ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി നാം നന്മ ചെയ്യുമ്പോൾ നാം എത്രമാത്രം മറ്റുള്ളവരെ സഹായിക്കുന്നു, അവനെ സംരക്ഷിക്കുന്നു. അവൻ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവനാ, വേദനയുടെ കടന്നു പോകുന്നവനാ, ചിലപ്പോൾ അടിമയായിരിക്കും. ഈ അടിമ എന്ന് പറയുന്നത്, പഴയകാലത്ത് അടിമ എന്ന് പറയുന്നത് മനുഷ്യൻ അടിമയായിത്തീരുന്ന അവസരമാണ്. അവനെ മനുഷ്യനായിട്ട് കണക്കാത്തൊരു കാലഘട്ടമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കണക്കാക്കാത്ത കാലഘട്ടത്തിലാണ് ഇപ്പോഴും പലപ്പോഴും നാം ജീവിക്കുന്നത്. അത് നേരിട്ട് ആരെയും അടിമ എന്ന് നമ്മൾ വിളിക്കുന്നില്ല, പക്ഷേ അടിമപ്പെടുത്തുന്നില്ലേ പല കാര്യങ്ങളിലും. അവർക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ സ്വാതന്ത്ര്യമാകാം, സന്തോഷമാകാം, സമാധാനമാകാം. നാം അത് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമ്പത്താകാം, അവന് കൊടുക്കേണ്ടതായ കൂലിയാവാം. ഇത് നാം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യുന്നത്? അവനെ അടിമയാക്കുന്നതിന് തുല്യമാണ്. പണ്ടുകാലത്തെ അടിമത്തത്തിനേക്കാളും വളരെ മോശമായ രീതിയിലുള്ള അടിമത്തമാണ് ഈ കാലഘട്ടത്തിൽ നാം കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അന്ന് പറഞ്ഞ കാര്യം ഇന്നും വളരെ ഫലപ്രദമാണ് എന്ന് പറയുന്നത്. കാരണം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനോടും എല്ലാ വിശുദ്ധരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചവനാണ് ഫിലമോൻ. അപ്പോൾ ആ മറ്റുള്ളവരെ പോലെ പ്രവർത്തിക്കാനല്ല നമ്മയും വിളിച്ചിരിക്കുന്നത്. ഫിലമോനെ പോലെ വ്യത്യസ്തനായ ഒരു വ്യക്തിയായി തീരാൻ സാധിക്കണം. എങ്ങനെ? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, മറ്റുള്ളവരെ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. തീർച്ചയായും അപ്പോഴാണ് പൗലോസ്ലീഹ പറയുന്നത് പോലെ മറ്റുള്ളവർ നമ്മെ നോക്കി പറയും, എന്താണ്? അതെ, ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം നിൻ്റെ ജീവിതം തന്നെ അതിന് ഉദാഹരണമാണ്. നീ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവരെ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് നമ്മെക്കുറിച്ച് ഓരോരുത്തരെയും നോക്കി പറയാൻ സാധിക്കണമെങ്കിൽ നാം ആ ഒരു വ്യക്തിത്വത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു.
ഇന്ന് നമ്മോട് കർത്താവ് പറയുന്ന അതാണ്. ആ കർത്താവ് നൽകിയ വാഗ്ദാനം അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ യേശുവിൽ ഉണ്ടായിരുന്ന ആ സന്തോഷവും, യേശുവിൽ ഉണ്ടായിരുന്ന ആ സമാധാനവും, യേശുവിൽ ഉണ്ടായിരുന്ന ക്ഷമിക്കാനുള്ള കൃപയും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നാമും ഒരു വ്യത്യസ്ത വ്യക്തിയായിട്ട് മാറും. തീർച്ചയായും നാം അതിന് ഒരുക്കമുള്ളവരാണ്. എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശു നമുക്ക് നൽകിയ ആ സന്തോഷവും സമാധാനവും യേശുവിൽ നിന്ന് സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ നാം ക്ഷമിക്കുന്ന വ്യക്തിയായി തീരണം, ക്ഷമയുള്ള വ്യക്തിയായി തീരണം. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും ഫിലമോനോട് പറയുകയാണ്, ക്രിസ്തുവിലുള്ള ഐക്യം മൂലം സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാകാൻ വിശ്വാസത്തിലുള്ള നിൻ്റെ ഭാഗഭാഗിത്വം സഹായമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിലുള്ള നിൻ്റെ ഭാഗഭാഗിത്വം, ആഴമേറിയ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും. അങ്ങനെ ആഴമേറിയ വിശ്വാസമുള്ള വ്യക്തി യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? സകല നന്മകളെക്കുറിച്ചും നമുക്ക് ലഭിക്കുന്ന അറിവാണ്. സകല നന്മകളെക്കുറിച്ചും ആ സമയത്താണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി. ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തി പറയുകയുണ്ടായി, ഞാൻ ഇത്രയും നാളായിട്ടും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, ക്രിസ്തുവിനെ അറിയാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഒരാളെ കണ്ടു, ഒരു സന്യാസ വൈദികനെ കണ്ടു. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി. അത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു ഉൾക്കാഴ്ച, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. ആ വ്യക്തിയെ ആദ്യമായിട്ട് കാണുന്ന, പക്ഷേ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ എന്തോ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, മറ്റൊന്നുമല്ല, വേറൊരു ക്രിസ്തു ആണോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. ഇനി സംസാരം മാത്രമല്ല, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അതുപോലെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം അതുപോലെ ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്ന് ഒരു ബോധ്യം, ഒരു വിശ്വാസം ആ മനുഷ്യനുണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തെ എടുത്തു കാണുമ്പോൾ, മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ എന്തെങ്കിലും ഒരു നന്മ, ക്രിസ്തുവിൻ്റെ എന്തെങ്കിലും ഒരു കൃപ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിലുണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരു വ്യക്തിയും നമ്മെ കാണുമ്പോൾ ആ വ്യക്തിയിലേക്ക് നമുക്ക് ആ പ്രഭ നൽകാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ പ്രഭ, ക്രിസ്തുവിൻ്റെ പ്രകാശം. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ എന്തോ നേടി എന്ന് കാണാൻ സാധിക്കുക. ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മിലും യേശുവിൻ്റെ നന്മ നിറഞ്ഞു നിൽപ്പുണ്ട് എന്നുള്ളതാണ്. യേശുവിൻ്റെ നന്മ അല്ലെങ്കിൽ യേശുവിൻ്റെ അസ്തിത്വം നമ്മുടെ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ, ഈ അസ്തിത്വം നമ്മുടെ ജീവിതത്തിലും നിൽക്കുന്നുണ്ടോ എങ്കിൽ, നിലനിൽക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും അത് മറ്റുള്ളവരിലേക്ക് നൽകാനും സാധിക്കും. അവരിലൂടെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനും സാധിക്കും. അതിനാണ് നാം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഉന്മേഷഭരിതരായിത്തീരാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും പറയുകയാണ്, സഹോദര, നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. ഇത് പറയുന്നത് പൗലോസ്ലീഹായ ഒരു സാധാരണക്കാരനായ ഫിലമോനെ കണ്ടിട്ട് ആ ഫിലമോനോട് പറയുന്നൊരു സംഭാഷണമാണ്. ഓർക്കുക, എന്താണ്? അതും ജയിലിൽ കിടന്നിട്ട് എഴുതുന്ന ഒരു എഴുത്താണ്. അതിൽ പറയുന്നതാണ്, ഇപ്പം ഞാൻ വായിച്ചത് എന്താണ്? സഹോദര, നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു. അപ്പോൾ ഇത് വെറുതെ പറയുന്നതല്ല പൗലോസ്ലീഹ. താൻ യാതനയിലൂടെ കടന്നു പോകുമ്പോൾ, വിഷമസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, താൻ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, ബന്ധനത്തിലായിരിക്കുമ്പോൾ, ആരാലും കാണപ്പെടാതെ ജയിലിൽ വേദനയോടെ സങ്കടത്തോടെ വിഷമിച്ചിരിക്കുന്ന ആ സമയത്താണ് പൗലോസ്ലീഹ ഫിലമോനെ കുറിച്ച് ഓർക്കുന്നത്. ആ ഓർമ്മ എന്താണ്? ആ ഓർമ്മയിൽ കാണുന്ന ഒരു കാര്യം വ്യക്തമായി. എന്താണ്? വളരെയേറെ സ്നേഹം നിന്നിൽ നിന്ന് എനിക്ക് ലഭിച്ചു, ആശ്വാസം ലഭിച്ചു, സന്തോഷം ലഭിച്ചു. കാരണം നിന്റെ സ്നേഹം അത്രമാത്രമായിരുന്നു. അപ്പോൾ നാം ഈ സ്നേഹം കൊടുക്കുന്ന സമയത്തായിരിക്കില്ല നമ്മെക്കുറിച്ച്
ഇവർ സംസാരിക്കുന്നത്. പിന്നെ എപ്പോഴാണ് ഈ സ്നേഹം നമുക്ക് നൽകാൻ സാധിക്കുന്നത്? നാം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോഴാണ്. അത് പിന്നീട് അവർ റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ വിചിന്തനം ചെയ്ത് നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവർ, ഇന്ന് ഈ ദിവസം പൗലോസ്ലിഹായിലൂടെ ഫിലമോനിലൂടെ ദൈവം നമ്മോട് പറയുന്ന മറ്റൊന്നുമല്ല, നിന്റെ വിശ്വാസം, ആഴമേറിയ വിശ്വാസം യേശുവിൽ ഉണ്ടെങ്കിൽ ആ വിശ്വാസം നമ്മെ ദൈവസ്നേഹത്തിലും ആ സ്നേഹത്തിൻ്റെ ആശ്വാസവും സന്തോഷവും നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസം ആ ഒരു സ്നേഹവും സന്തോഷവും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ആഴം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, നിന്റെ വചനം കേൾക്കുവാനും നിന്റെ വചനത്തിൽ വളരുവാനുള്ള ശക്തിയും കൃപയും നൽകി ഞങ്ങളെ ഓരോ നിമിഷവും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അതിനെ ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ സ്ലിഹന്മാരോടും ഞങ്ങൾ മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കുകയാണ്. തോമാസ്ലിഹായെ, വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, ഫിലമോനെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കണമേ. അൽഫോൻസാമെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആശ്വാസവും സന്തോഷവും വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്ന് ലഭിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് വിശുദ്ധ ഔസേപ്പ് പിതാവേ, ആഴമേറിയ വിശ്വാസമുണ്ടായിരുന്ന പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, സകല പുണ്യവാന്മാരെ, സകല വാഴ്ത്തപ്പെട്ടവരെ, സകല വന്ധ്യരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന, ഇപ്പോഴും ഞങ്ങളെ കാത്തു സംരക്ഷിക്കുവാനായിട്ട് ഞങ്ങളുടെ കൂടെ സഹായിക്കുന്ന കാവൽ മാലാഹയെ, മറ്റ് മാലാഹമാരെ, സകല വൃന്ദം മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മുഖ്യദൂതന്മാരായ ഗബ്രിയേല്, റഫായേല്, മിഖായേല് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കണമേ. സകല പുണ്യവാന്മാരും പുണ്യവതികളും അടങ്ങുന്ന പ്രത്യേകിച്ച് ഈ സമൂഹം, സ്വർഗീയ സമൂഹം, ഈ ഭൂലോകത്തിലുള്ള സമൂഹം, ഭൂലോകത്തിൽ നിവസിക്കുന്ന പ്രത്യേക വിശുദ്ധരെ, ജീവിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വ്യാഴാഴ്ച പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രവേശിക്കുക. ഇന്നത്തെ ദിവസം പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. സാർവത്രിക സഭ നമുക്കായിട്ട് നൽകുന്ന വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ. നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് മാർപ്പാപ്പ, നമ്മുടെ ഇടയിൽ നിന്നും കടന്നുപോയ വളരെയധികം മാർപ്പാപ്പമാരുണ്ട്. ബെനഡിക്റ്റ് മാർപ്പാപ്പ, പ്രത്യേകിച്ച് വലിയ വിശുദ്ധനായ ജോൺ ബോൾ സെക്കൻഡ് മാർപ്പാപ്പ, ജോൺ ബോൾ ഫസ്റ്റ് മാർപ്പാപ്പ, ഇങ്ങനെ വളരെയധികം മാർപ്പാപ്പമാർ തമ്മിൽ നിന്നും അകന്നുപോയവരുണ്ട്. ഈ ലോകത്തിൽ നിന്നും സ്വർഗ്ഗലോകത്തിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ഈ ലോകത്തിലായിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് മെത്രാന്മാർ, മെത്രാപൊലിത്തന്മാർ, കർദിനാൾമാർ, സകല വൈദികർ, സന്യസ്തർ, സന്യാസ വൈദികരുണ്ട്, സന്യസ്തരായിട്ടുള്ള ബ്രദേഴ്സുണ്ട്, സഹോദരിമാരുണ്ട്, സിസ്റ്റേഴ്സ്, അതുപോലെ ആത്മായ സഹോദരങ്ങൾ, ഈ ലോകസഭ, അതായത് സഭാ സമൂഹം മുഴുവനും
എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുകയാണ് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട്. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് അവരോടെല്ലാം ചേർന്ന് നമുക്ക് യേശുവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ശംസിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ പ്രഭാത വിരുന്നിൽ ആയിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇനിയും ആൾക്കാർ പ്രേക്ഷകരായിട്ടുള്ളവർ ഈ സമൂഹത്തിലേക്ക് കടന്നു വരാൻ, ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാൻ അവരെല്ലാം ഞങ്ങളത് ക്ഷണിക്കുകയാണ്. പ്രത്യേകം ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ടി നന്ദി പറയുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം കാണുന്നവർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കൂട്ടായ്മ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ടുള്ളൊരു കൂട്ടായ്മയുണ്ട്. മരിയൻ കൂടാരത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ നിങ്ങൾ ഓർക്കണമേ, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയാണ്. അവർ നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നവരാണ്. തീർച്ചയായും അവരുടെ പ്രാർത്ഥനയാണ് ഈ പ്രോഗ്രാം തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വളരെയധികം പേരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ നിമിഷം വരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഇനിയുമുള്ള പ്രോഗ്രാമുകളും പ്രത്യേകിച്ച് പ്രഭാത വിരുന്ന് ഓരോ ദിവസവും ഉണ്ട്. ആ പ്രഭാത വിരുന്നിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും അത് കാണുകയും കേൾക്കുകയും മറ്റുള്ളവരെ അതിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം, പ്രഭാതം, അതുപോലെ ഈ ദിവസം മുഴുവനും നന്മയുടെ ആയിത്തീരട്ടെ, അനുഗ്രഹത്തിൻ്റെ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.